ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ആവർത്തന മനസ്സിൽ വരുവാണെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇതൊരു പ്രോഗ്രാം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിനകത്തോട് ഞാനൊരു മെസ്സേജ് 2-3 ചിന്തകൾ നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും ഇന്ന് പാസ്റ്റർ പറഞ്ഞ മെസ്സേജും ഇപ്പോൾ വായിച്ച ഭാവനയും. ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വളരെ കണക്റ്റഡാണ്. അത് ഞാൻ പ്രോഗ്രാമിലേക്ക് കടക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിന് പ്രത്യേകത ഉണ്ട്. സാധാരണ ഞാൻ സ്പെഷ്യൽ പ്രോഗ്രാം വെക്കുമ്പോൾ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവരും വിളിക്കുമല്ലേ. പക്ഷേ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകുന്നത് നമ്മുടെ പാസ്സാൻഡിയാണ്. സന്തോഷമുള്ള എല്ലാവരും ഒന്ന് കൈയിടിക്കുന്നു. പാസ്റ്റിനും പാസ്സാൻഡിനും ഫ്രണ്ടിലോട്ട് വരാം. ഇത് നല്ലൊരു പ്രോഗ്രാമാണ്. വേഗം വരാം, സമയമില്ല, നമുക്ക് ഒട്ടും സമയമില്ല, വേഗം വരാം. ഇതിന് വളരെ നല്ലൊരു സമ്മാനമുണ്ട്. 2 പേർക്ക് ഇരിക്കാം. അതല്ല, ഇങ്ങോട്ട് ഫേസ്. ഓക്കെ, പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റ് ആവുമായി നേരെ നോക്കിയിരിക്കുക. തിരിഞ്ഞ് നോക്കാൻ പാടില്ല, സൈഡിലോട്ട് നോക്കാൻ പാടില്ല. പ്രോഗ്രാം എത്രയേ ഉള്ളൂ. ഞാൻ ഓഡിയൻസിൻ്റെ ഭാഗത്ത് ആർക്കെങ്കിലുമൊക്കെ മൈക്ക് കൊണ്ട് കൊടുക്കും. അവർ പാസ്വേഡ് ചോദിക്കും. അവർ പാസ്വേഡ് എന്തുകൊണ്ട് വിശേഷം, സുഖമാണോ, സന്തോഷമായിട്ടിരിക്കുന്നു. പാസ്റ്റർമാരോടാണെങ്കിലും അതുപോലെ ചോദിക്കും. അല്ല പാസ്റ്റർമാർക്ക് എന്തുകൊണ്ട് വിശേഷം, സുഖമാണോ ചോദിക്കും. ഇതാരെ പറയുന്നത് നിങ്ങൾ ആ സൗണ്ട് കേട്ട് തിരിച്ചറിയും. അതിൽ ഏറ്റവും കൂടുതൽ ആര് പറയുന്നു അവർക്ക് സമ്മാനമുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാനൊരു ട്രയൽ കാണിക്കാം. ഇവിടെ ഇരിക്കുന്ന ഒറ്റ കുഞ്ഞുങ്ങളും ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ടോണിൽ നിന്ന് ഓറഞ്ച് രണ്ട് ടോണി. കണ്ണടച്ചിരുന്നോ, പ്രാർത്ഥിച്ചിരുന്നോ, പേര് പറയുമ്പോൾ വെളിപ്പെട്ട് വരാൻ വേണ്ടി 2 പേരും കണ്ണടച്ചിരിക്കുക. ടോണി ഇവർക്ക് ആരെങ്കിലും സഹായം ചെയ്യുന്നോ നോക്കണം. ഒരു മൈക്ക് കൊടുക്കുക. ഈ മൈക്ക് പാസ്റ്റർക്കാണെങ്കിൽ പാസ്റ്റർക്ക്, അമ്മാമയ്ക്കാണെങ്കിൽ അമ്മാമയ്ക്ക് മാറി മാറി കൊടുക്കണം. ഓക്കെ, ജസ്റ്റ് ഒരു ട്രയൽ പോവാം. പാസ്റ്റർ നേരെ ഇരുന്നോണ്ട് 2 പേരും കണ്ണടച്ചു, സൈഡിലോട്ട് നോക്കരുത്. ഇവിടെ ആരും പറഞ്ഞു കൊടുക്കരുത്. ജസ്റ്റ് ഒരു ട്രയൽ പോവാം. പറയുന്നവർ ഉറക്ക ചോദിക്കണം. പാസ്റ്റർ പ്രൈസിനോട് എന്തുകൊണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ട്രയലാണ്. ഒറ്റ ഒരു പ്രാവശ്യം പറയാം. ഒരു പ്രാവശ്യം കൂടെ ഉറക്കം പറയാനും ഒറ്റ ചോദിച്ചിട്ടുള്ളൂ. ഒരു പ്രാവശ്യം കൂടെ പറയാം. ഉറക്കം പറയാനോ പറയുന്നു. ഭാഷ സുഖമായിരിക്കുന്നു. നമ്മുടെ KC ശാമുൽ. ഓക്കെ, ഓക്കെ. അപ്പൊ ഈ കേക്ക് തുടങ്ങാൻ പോണേ. അമ്മാവിനോട് ഒരു ട്രയലോട് കൊടുക്കണം. അല്ല, മനസ്സിലായില്ല. ആരും സൗണ്ട് മാറ്റി പറയരുത്. പാസ്റ്റർ അമ്മാവെ പറ്റിക്കാൻ നോക്കരുത്. അത് വളരെ സത്യമായ കാര്യമാണ്. യഥാർത്ഥ ശബ്ദത്തിലെ അതെ. ഓക്കെ, തുടങ്ങാം. സമയമില്ല. അപ്പൊ 2 പേർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. തുടങ്ങാൻ പോവാണേ. മമ്മി സുഖമായിരിക്കുന്നു. എന്തുകൊണ്ട് വിശേഷം? ഇപ്പോൾ പാസ്വേഡ് പോയിട്ട് അടുത്തത് പാസ്വേഡാണ്. എന്തുകൊണ്ട് വിശേഷം? ഒറ്റ ഭാഷയേ ഉള്ളൂ. ഇല്ല, കഴിഞ്ഞു. ഓക്കെ, അടുത്തത് പാസ്വേഡാണ്. പാസ്റ്റർമാമേ എന്തുകൊണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? ഭയങ്കര ഷാർപ്പാണ്. അടുത്ത പാസ്വേഡാണ്. പാസ്റ്റർ സുഖമായിരിക്കുന്നോ? എന്തൊക്കെ വിശേഷം? സൗണ്ടൊന്നും മാറ്റിയിട്ടില്ല. യഥാർത്ഥ സൗണ്ടാണ്, കറക്റ്റ് സൗണ്ടാണ്. കഴിഞ്ഞു. അടുത്ത പാസ്സാൻഡാണ്.
ആശാന്റി സുഖമായിരിക്കുന്നോ? എന്റെ പാസ്വേഡാണ്. പാസ്സയ്ക്ക് പരിചയമൊക്കെ ഒരെണ്ണം കൊടുക്കുക. പാസ്സയ്ക്ക് വിഷമിക്കേണ്ട. സുഖമായിരിക്കുന്നു. ഒട്ടും മറക്കാൻ പാടില്ലാത്ത ഒരു സൗണ്ടാണ് മാസ്റ്റർ കേട്ടത്. മാസ്റ്റർ ഒട്ടും ഒഴിവാക്കാൻ വയ്യാത്തൊരു വ്യക്തിയാണ്. എല്ലാരും പ്രാർത്ഥിക്കുക. മാസ്റ്ററുടെ പേര് വെളിപ്പെട്ട് വരുന്നില്ല. മാസ്റ്റർ സമയം കഴിയുക. ഓക്കെ, അത് അമ്മാമ്മയ്ക്ക് കൊടുക്കാം. അമ്മാമ്മ ഞാനെന്ന് പറയാമോ? ഓ ജോസ് ഒന്നുകൂടെ സമയം പോയി. അമ്മാമ്മയ്ക്കല്ലേ ചോദ്യം? അമ്മാമ എന്തുകൊണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? സമയം കഴിഞ്ഞ് പാസ് കൊടുക്കും. പാസ് കൊടുക്കും. തിരിച്ചു പിടിച്ചു. ഒരു പോയിന്റ് തിരിച്ചു പിടിച്ചു. പാസ് കൊടുക്കുന്ന അവസരം കൊടുക്കുക. എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? റൂബി അവസാനിക്ക് 4 മാസം മതിയായല്ലേ? ഓക്കെ, കഴിഞ്ഞു. എഴുതിക്കാം. പാസ് തന്നെയാണ് ഈ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത്. ഇതിന് സമ്മാനം കൊടുക്കാൻ പ്രിയ ചങ്ങച്ചൻ പാസ് ക്ഷണിക്കുന്നു. എല്ലാവരും കൈവിച്ചാൽ എല്ലാവർക്കും ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടോ? ഉറക്കപ്പെടാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു പ്രോഗ്രാമായിട്ട് അവതരിപ്പിച്ചെങ്കിലും ഇതിനകത്തൊരു രംഗവും ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് കൈമാറാൻ താല്പര്യപ്പെടുന്നു. ആദ്യം പറയാം, ആരും പാസ്റ്റർ അമ്മാമ്മയെ എടുത്ത് പരാതിയായിട്ട് ചെല്ലരുത്. എൻ്റെ സൗണ്ട് മനസ്സിലായില്ല, പാസ്റ്റർക്കാരോട് ഇത്ര സ്നേഹമുള്ളൂ, അല്ലമ്മയ്ക്ക് ഇത്ര സ്നേഹമുള്ളൂ ഒറ്റ വ്യക്തിയും പരാതിയായിട്ട് ചെല്ലരുത്. അവർ ഇടയനും കുടുംബമാണ്. ഈ ലോകത്തിലെ ഒറ്റ ഇടയന്മാർക്കും ഒരു സഭയിലെ എല്ലാ വിശ്വാസികളുടെയും പേരും അല്ലെങ്കിൽ സൗണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഉള്ള കാര്യമാണ്. എൻ്റെ പിതാവ് ഒരു ദേവദാസനാണ്. ചിലപ്പം നേരത്തെ ഇരുന്ന സഭകളിലെ വിശ്വാസികളൊക്കെ ചിലപ്പോൾ ഫോൺ വിളിക്കും. ഇരിക്കുമ്പോൾ തന്നെ വിളിക്കുമ്പോൾ ചിലപ്പം ഫോൺ വിളിക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ആരും അവർക്ക് പരാതിയായിട്ട് ചെല്ലരുത്. ഈ പറയാൻ എനിക്ക് പോലും ഇരിക്കുന്ന ആർക്കും ആരുടെയും സൗണ്ട് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലായി വരത്തില്ല. ഞങ്ങളുടെ ആരും ആദ്യം പറയാൻ പരാതിയുമായിട്ട് നിങ്ങൾ ചെല്ലരുത്. ഓക്കെ, ഒരു പ്രോഗ്രാമായി കാണണം. ഈ ലോകത്തിലെ മനുഷ്യരുടെ എല്ലാം കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു പക്ഷേ നമ്മൾ സഹായത്തിനെ ചിലപ്പോൾ അടുത്ത് ചെല്ലും, അല്ലെങ്കിൽ നമ്മൾ ഫോൺ വിളിക്കാം, ഒക്കെ ചെല്ലാം. പക്ഷെ നമ്മുടെ ആ അവസ്ഥകൾ മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്വരം അത് ഏത് ടോണിലാണെന്ന് മനസ്സിലാക്കാനൊക്കെ ഈ ലോകത്തിൽ മനുഷ്യൻ പരാജയപ്പെടും. പക്ഷേ 40-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. എന്തോ കേട്ടത്? നിലവിളി. ഈ ലോകത്ത് ഒരുപാട് വ്യക്തികൾ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നുണ്ട് പല പല ആവശ്യങ്ങളുടെ. പക്ഷേ എൻ്റെ നിങ്ങളുടെ നിലവിളി കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കിയേ, നമ്മുടെ എത്രയോ വിഷയങ്ങൾക്ക് നമ്മുടെ നിലവിളി കേട്ട് നമ്മുടെ കർത്താവ് മറുപടി തന്നു അല്ലേ? എത്ര പേര് ഈ വർഷാവസാനം നന്ദിയുണ്ട്. അതിലൊക്കെ ഉപരിയായി മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നമുക്കവിടെ 10 കന്യകമാരെ കാണാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ മെസ്സേജുമായിട്ട് വളരെ കണക്റ്റഡാണ്. എനിക്ക് ഒറ്റ മെസ്സേജ് നിങ്ങളോട് പറയാനുള്ളൂ, നമ്മുടെ നിത്യത. ആമേൻ. പാസ്റ്റർ എന്ന് പറഞ്ഞു, കർത്താവിൻ്റെ വരവ് ഏറ്റവും ആശ്ചര്യമായി. നമുക്കറിയില്ല ഈ നിമിഷം, ഇപ്പോൾ നമ്മൾ അടുത്ത നിമിഷത്തിലായിരിക്കും, നമുക്കറിയത്തില്ല. ആമേൻ. അതിനകത്ത് ഞാൻ ചുരുക്കി പറയട്ടെ, ആ അധ്യായത്തിൽ 5 പേർ ബുദ്ധി ഇല്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. അതിന് താഴോട്ട് പറയുന്നു, കർത്താവ് വന്ന ശേഷം കർത്താവെ ഞങ്ങൾക്ക് വാതിൽ തുറക്കണമേ എന്ന് 5 പേര് പറയുന്നുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സത്യമായിട്ട് അറിയുന്നില്ല അല്ലേ? അവർ വാതിലിൻ്റെ പുറത്ത് നിന്ന് കർത്താവിനെ വിളിക്കുന്നുണ്ട്, പക്ഷേ ആ സൗണ്ട് കർത്താവ് തിരിച്ചറിയുന്നില്ല അല്ലേ? ഇവിടെ നമ്മൾ കണ്ടല്ലോ, നമ്മളും ഈ ആലയത്തിൽ വരുന്ന നമ്മൾ ദേവദാസനും നമ്മൾ സംസാരിക്കാറുണ്ട്, കൂട്ടായ്മ നമ്മൾ ഒന്നിച്ച് കൂടാറുണ്ട്. പക്ഷേ അവർക്ക് ചില സൗണ്ട് ജഡ്ജ് ചെയ്യാൻ
അവർക്ക് ആ ഒരു ഇത് കിട്ടിയില്ല അല്ലേ? ഇതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ നിന്ന് ഞായറാഴ്ചയിൽ വരുന്ന ആരാധിക്കുന്നു, നമ്മൾ കൂട്ടായ്മ കൂടാറുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. കീബോർഡ് വായിക്കുന്നു, വർഷിപ്പ് ചെയ്യുന്നു, നമ്മളിവിടെ സ്റ്റീമിൻ്റെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, പ്രസംഗിക്കുന്നു, എന്തെല്ലാം വാക്യം വായിക്കുന്നു, തമ്പാറ് കൂട്ടുന്നു. പക്ഷേ ഒരു ദിവസം നമ്മൾ ആ കർത്താവ് ന്യായസനത്തിന് മുമ്പ് നമ്മൾ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് നമ്മുടെ സൗണ്ടിട്ട് പറയൂ ഇതുപോലെ, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന്. ആമേൻ. എത്ര പേരത് ചിന്തിക്കുന്നുണ്ട്? നമ്മളാരും ആ ഒരു നിത്യതയുടെ കാഴ്ചപ്പാട് എനിക്ക് ചിന്തിക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും മിക്കവാറും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാം, കർത്താവെ ഈ രാത്രി കർത്താവ് ഒന്ന് എന്നെ ചേർക്കണേ, എന്നെ കൈവിടലേന്ന് ഞാൻ പ്രാർത്ഥിക്കും. ആമേ. നമ്മളൊക്കെ ഓരോ ദിവസം നാളത്തെ കാര്യങ്ങൾ ഓർക്ക്. ഇപ്പം ഞാനാണെങ്കിൽ നാളെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതെങ്ങനെ നന്നായിട്ട് ചെയ്യാമെന്ന് ഓർക്കും. കുഞ്ഞുങ്ങളാണെങ്കിൽ നാളത്തെ സ്കൂളിൽ അവർക്ക് കളിക്കാനുള്ള ടൈമിനെ ഓർത്ത് അവർ സന്തോഷിക്കും. മാതാപിതാക്കളാണെങ്കിൽ നാളെ എന്ത് രാവിലെ വെക്കണമെന്ന് ഓർത്തായിരിക്കും ഇരിക്കുക. പക്ഷെ ഒരിക്കലും നമ്മൾ ഈ രാത്രിയിൽ നമ്മൾ ഇത് ആലോചിച്ച് എത്ര പേര് കിടക്കാറുണ്ട്, കർത്താവ് ഈ രാത്രി അങ്ങ് വന്നാൽ ഞാൻ കൈവിടപ്പെട്ടു പോവോ, അങ്ങനെ സ്വരത്തിൽ ഞാൻ എടുക്കപ്പെടുമോ? ഹല്ലേലൂയ. ലാസ്റ്റിൽ പാസ് വായിച്ചു നിർത്തിയത് മത്തായി സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യം മുതൽ, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയും ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിക്കും. നോക്കണമേ, അവിടെ ഒരു വേർതിരിവല്ലേ? ഇതുപോലാണ് ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മളെ വേർതിരിക്കും. അവൻ ലാസ്റ്റ് വാക്യം പറയുന്നത്, ഇവർ നിത്യ ദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. എൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം ഒറ്റ ഒരു ഇതേ ഉള്ളായിരുന്നു, നമ്മൾ അവരുടെ സ്വരം കേട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വരം കർത്താവ് കേട്ട് തിരിച്ചറിയുമോ, നമ്മൾ ആ നിത്യതയിൽ എടുക്കപ്പെടുമോ? അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം നടത്തി കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, ഈ ശ്രീമിന് ഞങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ചു എന്നതിനേക്കാൾ ഉപരിയായി കർത്താവെ, ഈ ദിവസം ഞങ്ങളുടെ നിത്യതയ്ക്ക് തടസ്സമായി എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവെ അതൊക്കെ ക്ഷമിച്ച് ആ നിത്യതയിൽ ഞങ്ങൾ കൈവിടപ്പെടാതെ പോകാൻ കർത്താവ് നീരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വരവ് ഏത് നിമിഷമെന്ന് ഞങ്ങൾ അറിയുന്നില്ല, അതിൽ നോക്കി പാർക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.